അതുകൊണ്ട് സാർ ഇത് എന്റെ ഒരു പേഴ്സണൽ മാറ്റർ പോലെ കാണണം. മിസ്റ്റർ മോഹൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഞാൻ ആരുടെ പേരിലാണ് കേസ് ചാർജ് ചെയ്യേണ്ടത്? സി, അങ്ങനെ ഒരാൾ ഇന്ന് വരെ പിക്ചറിലില്ല. തന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഈ കുട്ടി പറയുന്നതല്ലാതെ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല. ഉണ്ടോ? അനിത കുൽക്കർണി മർഡറിന് പിന്നിലുള്ളവർ തന്നെയാണ് എന്നെയും കൊല്ലാൻ ശ്രമിച്ചത്. ഐ എം ഷുവർ ഓഫ് ദാറ്റ്. അവരിൽ ചിലരെ പറ്റിയുള്ള എവിഡൻസും എന്റെ കയ്യിലുണ്ട്. ഉണ്ടായിരിക്കാം. ബട്ട് അതൊക്കെ നിങ്ങൾക്ക് കോടതിയിലെ പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഡു വൺ തിങ്, നിങ്ങൾ ഫോർമൽ ആയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ. സർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ പൊസിഷൻ. ഈ കുട്ടിക്ക് നേരെ ഉണ്ടാവുന്ന മൂന്നാമത്തെ മർഡർ അറ്റംപ്റ്റ് ആണിത്, അതും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്. ഒരു സിറ്റിസന് കിട്ടുന്ന മിനിമം പ്രൊട്ടക്ഷനെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ ചവറ്റുകൊട്ടയിൽ ഇടാൻ വേണ്ടി ഒരു ഫോർമൽ കംപ്ലൈന്റ് എഴുതി തരാനല്ല. മിസ്റ്റർ സതീഷ്, ആർ യു ടീച്ചിങ് മീ ദ ലോ ആൻഡ് ഓർഡർ? നോ സർ, ഇറ്റ്സ് അവർ റൈറ്റ് ആൻഡ് വി ഡോണ്ട് ഹാവ് ടു ബെഗ് ഫോർ ഇറ്റ്. മിസ്റ്റർ. യെസ് മിസ്റ്റർ കമ്മീഷണർ, ഇഫ് യു ആർ elected to enforce the law of the land, I am sorry, I'll be forced to take the law in my hands. പിന്നെ നിങ്ങളുടെ മുഖത്ത് മറഞ്ഞിരിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, എനിക്കതില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ആൻഡ് പ്ലീസ് ഡോണ്ട് ട്രൈ ടു സപ്രസ് ദ ട്രൂത്ത്. തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ടേപ്പ് എവിടെ? യെസ്, കിരൺ അനിതയെ മർഡർ ചെയ്തു എന്ന് പറയുന്ന ആ വീഡിയോ ടേപ്പ് എനിക്കതൊന്ന് കാണണം. There is something fishy here. എതിരെയുള്ള ഗ്ലാസ്സിൽ കാണുന്ന റിഫ്ലക്ഷന് വ്യത്യാസമുണ്ടല്ലോ. അതൊരു കിരണിന്റെ തന്നെയാണെന്ന് എനിക്കൊരു സംശയം. അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. കിരണിന്റെ ഔട്ട് ഫിഗർ മെഷർമെന്റും റിഫ്ലക്ഷന്റെ ഔട്ട്ലൈൻ മെഷർമെന്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഐ മീൻ, കൊല ചെയ്തത് മറ്റാരോ ആണെന്നുള്ള നിന്റെ സംശയം ശരിയാണ്. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. യെസ്, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. ക്ലിയർ അല്ലാത്ത സാറ്റലൈറ്റ് പിക്ചറിൽ നിന്നും വ്യക്തമായ സർഫസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാസ ഇത് ഉപയോഗിച്ചത്. See that?
God. It's he, the real murderer. Do you know him? എനിക്കറിയാം ഇയാളെ. Then tell me. He's Paul B. Isaac. Paul B. Isaac. Yes. ഡൽഹിയിലെ ഒരു പവർഫുൾ മലയാളി പൊളിറ്റീഷ്യൻ. മുമ്പ് ഡെപ്യൂട്ടി കേന്ദ്രമന്ത്രി വരെ ആയിരുന്നു. ഇയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ട്. 2 വർഷം മുമ്പ് വരെ ഡൽഹി പത്രങ്ങളുടെ ടാബ്ലോയിഡുകളിൽ ഹോട്ട് ന്യൂസ് ആയിരുന്നു ഐസക്. അന്ന് ഐസക്കുമായി ചിത്ര സംസാരിച്ചിരുന്നു. ഞാൻ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പൊ മറ്റൊരു തെളിവ് കൂടി. കൊല നടത്തിയിരിക്കുന്നത് പോൾ ബി ഐസക് തന്നെ. പക്ഷേ കിരൺ എങ്ങനെ കാസ്റ്റിൽ വന്നു? അവിടെയാണ് കമ്പ്യൂട്ടറിന്റെ മാജിക് നടന്നിട്ടുള്ളത്. മോർഫിംഗ്. ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. മനസ്സിലാവുന്നല്ലേ? ജസ്റ്റ് മിനിറ്റ്. ഇത് അഡോഫോം ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തെടുത്ത പോൾ ബി ഐസക്കിന്റെ ഇമേജ്. ഇത് വീഡിയോ ടേപ്പിൽ നിന്നും ക്യാപ്ചർ ചെയ്തെടുത്ത കിരണിന്റെ ഇമേജ്. ഇനി കിരണിനെ ഞാൻ മോർഫിംഗിലൂടെ പോൾ ബി ഐസക് ആക്കി മാറ്റിത്തരാം. കണ്ടോളൂ. ഇനി തിരിച്ച് ഐസക്കിനെ കിരൺ വർമ്മയാക്കുന്നു. ഇതുപോലെ നമുക്ക് ആരെ വേണമെങ്കിലും മോർഫിംഗിലൂടെ മാറ്റിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, any doubts? No. അപ്പോ കിരണിനെ? The answer is very simple. പ്രീ പ്ലാനിങ്ങോടുകൂടി അനിത കുൽക്കർണിയെ മർഡർ ചെയ്തതിനു ശേഷം പോൾ ബി ഐസക് ക്യാമറക്ക് പോസ് ചെയ്തു. പിന്നീട് അയാൾ നേരത്തെ കരുതി വെച്ചിരുന്ന കിരൺ അഭിനയിച്ച വീഡിയോ കാസറ്റിൽ നിന്നും നമ്മളിപ്പോ കണ്ടതുപോലെ മോർഫ് ചെയ്ത് മറ്റൊരു കാസറ്റ് ഉണ്ടാക്കി. കിരണിനെതിരായിട്ടുള്ള തെളിവായി ഹോട്ടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റാണ്. അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ. ഒരു കമ്പ്യൂട്ടർ വിദഗ്ധന്റെ സഹായത്തോടെ മാത്രം ചെയ്യാവുന്ന ഒന്ന്. സോ ആ കമ്പ്യൂട്ടർ വിദഗ്ധൻ ആരാണെന്ന് നാം കണ്ടെത്തുന്നു. മിസ്റ്റർ വെങ്കടാചലം, അപ്പാവുക്കും അമ്മാവുക്കും നീങ്ങ ചെല്ലപ്പിള്ളേ ആര് പറഞ്ഞിട്ടായി മോർഫിംഗ് നടത്തിയത്? தெரியாது 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 எல்லா விவரங்களும் தெரியாது? தெரியாது தெரியாது. போதும் சார், நான் சொல்லிடுறேன் ப்ளீஸ். ആര് പറഞ്ഞിട്ടാ വെങ്കടാചലം മോർഫിംഗ് നടത്തിയത്? പോൾ ബി ഐസക്. അയാൾ നിനക്ക് എത്ര രൂപ പ്രതിഫലം തന്നു? 2 lakhs. முதல்ல நான் முடியாதுன்னு தான் சார் சொன்னேன். ஆனா அவங்க டெல்லி கொண்டு போய் கொன்னுடுவான்னு சொல்லி மிரட்டினாங்க சார். வேற வழி இல்லாம ஒத்துக்க வேண்டியாச்சு. Okay. I'm really sorry, sir. It's all right.